രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് സോന BLW പ്രസിഷൻ ഫോർജിംഗ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സോന BLW പ്രസിഷൻ ഫോർജിംഗ് ലിമിറ്റഡ് 1% ഇടിഞ്ഞ് 641 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 37,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 72.67, ഡിവിഡൻഡ് ഈൽഡ് 0.95%, 52 വീക്ക് ഹൈ 718, 52 വീക്ക് ലോ 488. കഴിഞ്ഞ ഒരു മാസമായി സ്റ്റോക്ക് ഫ്ലാറ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 22% റിട്ടേൺ നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം സോന BLW പ്രസിഷൻ ഫോർജിങ്ങുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഒരു പ്രധാന അപ്ഡേറ്റാണ്. ഇലക്ട്രിക് 3 വീലേഴ്സിന് ആവശ്യമായ ട്രാക്ഷൻ മോട്ടോർ നിർമ്മിക്കുന്നതിന് കമ്പനിക്ക് PLI സ്കീമിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നു എന്ന അപ്ഡേറ്റ്. ഇവിടെ ഇലക്ട്രിക് വെഹിക്കിൾസിന് ആവശ്യമായിട്ടുള്ള ട്രാക്ഷൻ മോട്ടോർ നിർമ്മിക്കുന്ന സോന BLW പ്രസിഷൻ ഫോർജിംഗ് എന്ന കമ്പനിയെ PLI സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ സോന BLW പ്രസിഷൻ ഫോർജിംഗ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ഈ കമ്പനി ഡിഫറൻഷ്യൽ അസംബ്ലീസ്, ഗിയർ, കൺവെൻഷണൽ ആൻഡ് മൈക്രോ ഹൈബ്രിഡ് മോട്ടോർ, BSG സിസ്റ്റം, EV ട്രാക്ഷൻ മോട്ടോർ എന്നിവ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിൽ നിന്ന് തന്നെയാണ് കമ്പനിക്ക് കൂടുതൽ ഓർഡറും ലഭിക്കുന്നത്. ROE 20%, ROCE 23.8%. മികച്ച ഫണ്ടമെൻ്റൽസ് ഉള്ളതും അതുപോലെ തന്നെ ശക്തമായ ഓർഡർ ബുക്കുള്ളതുമായ ഈ കമ്പനിയുടെ ഏറ്റവും പ്രധാന ന്യൂനത ഉയർന്ന വാല്യൂഷനിൽ ട്രേഡ് ചെയ്യുന്നു എന്നുള്ള ന്യൂനതയാണ്. കമ്പനിയുടെ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 122 കോടിയിൽ നിന്നും ക്വാർട്ടർ ടു ക്വാർട്ടർ 131 കോടിയിലേക്ക് കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു. എന്നാൽ ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റ് 144 കോടിയിൽ നിന്നും 131 കോടിയിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. FISന് കമ്പനിയിൽ 32.93% സ്റ്റേക്ക് ഹോൾഡിങ്ങും DISന് 28.7% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. പബ്ലിക്കിന് 8.5% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉള്ള കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിന് 29.7% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. 2023 സോന BLW പ്രസിഷൻ ഫോർജിംഗ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് അസെൻഡിംഗ് ട്രെൻഡിലായിരുന്നു. 400 രൂപയിൽ നിന്നും സ്റ്റോക്ക് 720 രൂപ വരെ എത്തി. 720 രൂപയിൽ എത്തിയതിനു ശേഷം സ്റ്റോക്കിൻ്റെ ട്രെൻഡ് ഡിസെൻഡിംഗ് ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ ലോവർ ഹൈ ലോവർ ലോ രീതിയിലുള്ള ഒരു ട്രെൻഡ് ലൈനിലേക്കാണ് സ്റ്റോക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 720 നിന്നും സ്റ്റോക്കിന് പിന്നീട് 665 എന്ന ലെവലിലും റെസിസ്റ്റൻസ് നേരിടേണ്ടി വന്നു. അവിടെ നിന്നും സ്റ്റോക്ക് ഇപ്പോൾ 641 അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഷോർട്ട് ടൈമിൽ സോന BLW പ്രസിഷൻ ഫോർജിംഗ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ സ്റ്റോക്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്നതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുക, അല്ലെങ്കിൽ 665 എന്ന ലെവൽ ക്രോസ് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ മാത്രം പൊസിഷൻ എടുക്കുക. അതേസമയം സപ്പോർട്ടിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് 610, 568 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പരിഗണിക്കാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ടാറ്റ പവറുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ടാറ്റ പവർ 0.5% ഉയർന്ന് 451 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 1.4 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 39.03, ഡിവിഡൻഡ് ഈൽഡ് 0.4%. ഇന്ത്യയുടെ എനർജി ഡിമാൻഡ് ഓരോ വർഷം കഴിയും തോറും വർദ്ധിച്ചു വരികയാണ്. ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഇന്ത്യൻ എനർജിയുടെ ഡിമാൻഡ് ഓരോ വർഷം കഴിയുന്തോറും 11.3% എന്ന നിരക്കിലാണ് വർദ്ധിച്ചു വരുന്നത്. വർദ്ധിച്ചു വരുന്ന എനർജി ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി റിന്യൂവബിൾ എനർജിക്ക് പകരം തെർമൽ ഫ്യൂവലിനെയും ഫോസിൽ ഫ്യൂവലിനെയും കൂടി ആശ്രയിക്കണം എന്നാണ് നീതി ആയോഗ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. ഇതുവഴി കോൾ ബേസ്ഡ് പവർ ജനറേഷൻ കപ്പാസിറ്റി 2032 കൂടി 133 ബില്യൺ യൂണിറ്റായി ഉയരാൻ സാധ്യതയുണ്ട്. 2021 ഫിനാൻഷ്യൽ ഇയറിലെ കോൾ ബേസ്ഡ് പവർ ജനറേഷൻ 1034 ബില്യൺ യൂണിറ്റ് ആയിരുന്നു. 2023 ഫിനാൻഷ്യൽ ഇയറിൽ ഇത് 1197 ബില്യൺ യൂണിറ്റായി വളർന്നു. 2032 ഫിനാൻഷ്യൽ ഇയറിൽ ഇത് 1333 ബില്യൺ യൂണിറ്റായി ഉയരും എന്നാണ് നീതി ആയോഗിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ത്യയുടെ പീക്ക് എനർജി ഡിമാൻഡ് ഓരോ വർഷം കഴിയും തോറും ഉയരുകയാണ്. 2013-14 135 ജിഗാവാട്ട് ആയിരുന്നു പീക്ക് എനർജി ഡിമാൻഡ്. അത് 26-27 ആയപ്പോൾ 277 ആയും ഉയർന്നിട്ടുണ്ട്. 2031-32 പീക്ക് എനർജി ഡിമാൻഡ് 366 ജിഗാവാട്ടായി ഉയരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2024 ഇന്ത്യയുടെ പീക്ക് എനർജി ഡിമാൻഡ് 250 ജിഗാവാട്ടായി ഉയരുകയും ചെയ്തിരുന്നു. ഇത്രയും ഉയർന്ന എനർജി ഡിമാൻഡിനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗ്രീൻ എനർജി സോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് കേറ്റർ ചെയ്യാൻ സാധ്യമല്ല. കാരണം 2023 ഫിനാൻഷ്യൽ ഇയറിൽ വെറും 421 ബില്യൺ യൂണിറ്റ് മാത്രമാണ് റിന്യൂവബിൾ എനർജി സെക്ടറിൽ നിന്നും ജനറേറ്റ് ചെയ്യാൻ സാധിച്ചത്. ഇതുകൊണ്ട് ലോഡ് റിക്വയർമെൻറ്റ്
ഫുൾഫിൽ ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് തെർമൽ എനർജിയെ ഒരു എഫിഷ്യൻറ്റ് സൊല്യൂഷനായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാഷണൽ ഇലക്ട്രിസിറ്റി പ്ലാൻ തെർമൽ എനർജി സെക്ടറിൽ ക്യാപെക്സിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. കോൾ ബേസ്ഡ് പവർ പ്ലാന്റുകൾ കമ്മീഷൻ ചെയ്യാനും തീരുമാനിക്കുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് പവറിൻ്റെ തീരുമാനപ്രകാരം കോൾ ഫയർഡ് പവർ കപ്പാസിറ്റി 53.6 ഗിഗാവാട്ടായി ഉയർത്തുക എന്നുള്ള ടാർഗറ്റുമുണ്ട്. ഇവിടെ രാജ്യത്തിൻ്റെ 50% ഇൻസ്റ്റാൾഡ് എനർജി കപ്പാസിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും കോൾ ഫയർ പ്ലാന്റുകളാണ്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ ടാറ്റ പവർ എന്ന കമ്പനിക്ക് ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം ടാറ്റ പവർ എന്ന കമ്പനിക്ക് ഒരേ സമയം റിന്യൂവബിൾ എനർജി സെക്ടറിലും അതുപോലെ തന്നെ കൺവെൻഷണൽ എനർജി ജനറേറ്റിംഗ് സോഴ്സുകളിലും പ്രസൻസ് ഉണ്ട്. കമ്പനിക്ക് കോൾ ബേസ്ഡ് പവർ പ്ലാന്റുകളുണ്ട്. കൂടാതെ കമ്പനി അതിൻ്റെ കോൾ ബേസ്ഡ് പവർ പ്ലാന്റുകളിൽ നിന്നും ഗവൺമെൻറ് സപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ ക്യാപെക്സ് വർദ്ധിപ്പിച്ച് പ്രൊഡക്ഷൻ കൂട്ടാനും സാധ്യതയുണ്ട്. ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് ടാറ്റ പവർ എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ റിന്യൂവബിൾ എനർജി സെക്ടറിലും കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. മുംബൈ ഏരിയയിൽ റീസെൻ്റ്ലി 144 ചാർജിംഗ് പോയിൻറ്റുകൾ കമ്പനിക്ക് സെറ്റപ്പ് ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ മറ്റ് ചില മെട്രോപൊളിറ്റൻ ഏരിയകളിൽ 880 ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പോയിൻറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോസസ്സും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ടാറ്റ പവറിനെ സംബന്ധിച്ചിടത്തോളം 460 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. സ്റ്റോക്ക് 460 എന്ന റെസിസ്റ്റൻസിനെ റീസെൻ്റ്ലി 3 പ്രാവശ്യം ടച്ച് ചെയ്തു കഴിഞ്ഞു. 460 എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ ബഡ്ജറ്റിനോടനുബന്ധിച്ച് സ്റ്റോക്ക് 480, 500 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. 430 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്